Hi everyone. Today we will be going to start our third module. The topics coming under the module 3 are the selection statements, the iterative statements, the unconditional branching, the guarded commands, and its conclusions. So each and every topic that is covered in this module 3 comes under the statement level control structures. എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ചെയ്യിക്കുന്നത്, എങ്ങനെയാണ് അതനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ചേഞ്ച് ഓവർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ മോഡ്യൂൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി സ്റ്റഡി അബൌട്ട് ദ ലെവൽസ് ഓഫ് കൺട്രോൾ ഫ്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ കൺട്രോൾ ഫ്ലോ? ഒരു കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ദർ ബി എക്സിക്യൂഷൻ പെർഫോമിങ്. അപ്പം ആ ഒരു പ്രോഗ്രാമിൽ എങ്ങോട്ടൊക്കെയാണ് ആക്സസ് വരുന്നത്, എവിടേക്കാണ് കൺട്രോൾ പോകുന്നത്, അതിനൊരു ഫ്ലോവിനെയാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ എന്ന് പറയും. സോ ദ ലെവൽസ് ഓഫ് കൺട്രോൾ ഫ്ലോ വിൽ ബി വിത്തിൻ ദ എക്സ്പ്രഷൻ, വിൽ ബി എമംഗ് ദ പ്രോഗ്രാം യൂണിറ്റ്സ് ആൻഡ് എമംഗ് ദ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ മൂന്നിൻ്റെ അകത്താണ് കൺട്രോൾ ഫ്ലോയുടെ ആക്സസ് വരുന്നത്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഫ്ലോ ചെയ്യേണ്ടത്, അതാരാണ് കൺട്രോൾ ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലെവൽസ് ഓഫ് കൺട്രോൾ ഫ്ലോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ വി ക്യാൻ സീ ദ എവല്യൂഷൻ. എങ്ങനെയാണ് ഇത് കമ്മപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഇത്രയും കാലത്തിനിടയിൽ എങ്ങനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർട്രാൻ 1 എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വെർ ബേസ്ഡ് ഡയറക്ട്ലി ഓൺ ദ IBM 704 ഹാർഡ്വെയർ. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഫോർട്രാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൺട്രോൾ കൊണ്ടുവന്നത്. അതിനുശേഷം വരുന്ന പ്രൂവ് ചെയ്ത റിസൾട്ട്സ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ അൽഗോരിതംസും അതിൻ്റെ ഫ്ലോ ചാർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ കാണിക്കുന്നത്, വിത്ത് ഓൺലി 2-way സെലക്ഷൻ ആൻഡ് പ്രീ ടെസ്റ്റ് ലോജിക്കൽ ലൂപ്സ്. സോ ലൂപ്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വിത്തിൻ എ കൺട്രോൾ ലിമിറ്റ്, അതിനെയാണ് നമ്മൾ ലൂപ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 2-way സെലക്ഷനും പിന്നെ ലോജിക്കൽ ലൂപ്സൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിരുന്നത്. So what is basically a control structure? Control structure is a control statement and the statements whose execution it controls. അപ്പം കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി സേ ഇറ്റ് ആസ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ കൺട്രോൾ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ വരുന്ന ഡിസൈൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു കൺട്രോൾ സ്ട്രക്ചറിൽ മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടാകാൻ പറ്റുമോ എന്നാണ്. ഇതിൽ നമ്മൾ പ്രീവിയസ് പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഡിസൈൻ ഇഷ്യൂസ് ഉണ്ട്. കൺട്രോൾ സ്ട്രക്ചറിൽ വരുന്ന ഡിസൈൻ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഷുഡ് എ കൺട്രോൾ സ്ട്രക്ചർ ഹാവ് മൾട്ടിപ്പിൾ എൻട്രീസ്, ബിക്കോസ് വി മെയിൻലി ഫോക്കസ് ഓൺ ദ എക്സിക്യൂഷൻ, ദാറ്റ് ഈസ് the part it controls, and also the control statement basically is a statement whose execution it controls. അപ്പോൾ കൺട്രോളിങ് വെച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് മൾട്ടിപ്പിൾ എൻട്രീസ് പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സിക്യൂഷൻ ഉണ്ടാകുമ്പം 2 അതിൽ കൂടുതൽ പാത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ മീൻസ് ഓഫ് ചൂസിങ് ബിറ്റ്വീൻ ദീസ് പാത്ത് ഇസ് നോൺ ആസ് എ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദർ ആർ 2 ജനറൽ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഇസ് 2-way സെലക്ടർ, സെക്കൻഡ് വൺ ഇസ് മൾട്ടിപ്പിൾ വേ സെലക്ടേഴ്സ്. അപ്പം 2-way സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ജനറൽ ഫോം. അതായത് വി ആർ ഹാവിങ് എ ഇഫ് കീവേഡ്. ഇഫും എൽസും എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദേ ആർ മെയിൻലി ഫോക്കസ്ഡ് ടു ഡു സംതിങ്. അത് ഇഫ് ലൂപ്പ് ആണെങ്കിലും എൽസ് ലൂപ്പ് ആണെങ്കിലും. അപ്പോൾ ഇഫ് ഒരു കൺട്രോൾ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ദെൻ ക്ലോസ് ഉണ്ടാവും, ആൻഡ് ഓൾസോ യു വിൽ ബി ഹാവിങ് എൽസ്. അക്കോർഡിംഗ് ടു ദാറ്റ് വി ക്യാൻ ഡു ദ എക്സിക്യൂഷൻ ഓഫ് ദിസ്. അപ്പോൾ ഇതൊരു 2-way സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു വട്ടം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അടുത്തതിൽ പോകും. അതാണ് 2-way സെലക്ഷൻ. അതിൽ വരുന്ന ഡിസൈൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ എക്സ്പ്രഷന് ടൈപ്പ്, വാട്ട് ഈസ് ദ ഫോം ആൻഡ് ടൈപ്പ് ഓഫ് ദ കൺട്രോൾ എക്സ്പ്രഷൻ, then how we can maintain this then clause and else clause and how they are specified, and nested selections വരുമ്പോൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നെസ്റ്റിംഗ് മീൻസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ നെസ്റ്റിംഗ് സെലക്ടേഴ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക. ഇതാണ് 2-way സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബേസിക്കലി വരുന്ന ഡിസൈൻ ഇഷ്യൂസ്. So we can see some examples in some other programming language. ഫോർട്രാനിലാണെങ്കിൽ ഇഫ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടാവും, പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരിക. ഇതിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. വി ക്യാൻ സെലക്ട് ഓൺലി എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അതനുസരിച്ച് നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. ഗോ ടു എന്ന് പറയുന്നത് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ ഗോ ടു യൂസ് ചെയ്യുന്നത്. സോ ഹിയർ യു ക്യാൻ സീ സ്മോൾ എക്സാമ്പിൾ. ഇഫ് വെച്ചിട്ട് ഒരു കണ്ടീഷനാണ്, അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 20ലേക്ക് പോവുക.
20 എന്ന് പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂ ആണ്. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. സോ ഹിയർ വി ആർ ഗിവിങ് ദ ബൂളിയൻ എക്സ്പ്രഷൻ, അതുപോലെ നോട്ട് കണ്ടീഷനാണ്. അപ്പം നെഗറ്റീവ് ലോജിക് എന്ന് എപ്പോഴും പറയുന്നത് റീഡബിലിറ്റിക്ക് അത് എഫക്റ്റ് ചെയ്യും. ഇറ്റ് ഇസ് ബാഡ് ഫോർ റീഡബിലിറ്റി. അപ്പം ഈ ഒരു പ്രോബ്ലം ഫോർട്രാനിൽ വന്ന ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മൾ ഫോർട്രാൻ 77 ലാംഗ്വേജസിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം വന്ന എല്ലാ ലാംഗ്വേജസിലും കോമ്പൗണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ സമ്മതിക്കും. ദാറ്റ് ഇസ് സെലക്ട് ചെയ്യാന്നുള്ള സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ വേ സെലക്ഷൻ അല്ലെങ്കിൽ 2 വേ സെലക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഇഫ് ലൂപ്പിൽ പോകുന്നത്. അതല്ലാണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസും അതിൻ്റെ കോമ്പിനേഷൻസും ആഡ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം ഇഫ് ലൂപ്പിൽ പോകുന്ന കണ്ടീഷൻസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ആൽഗോൾ 60 വരുന്നത് ഇഫ് ലൂപ്പ് ദർ ഇസ് എ ബൂളിയൻ എക്സ്പ്രഷൻ, അങ്ങനെയാണെങ്കിൽ ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക, അതല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. സോ ദിസ് ഇസ് എ ദെൻ ക്ലോസ് ആൻഡ് ഹിയർ ഇറ്റ് ഇസ് എ എൽസ് ക്ലോസ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മളിന് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. So ALGOL 16 helps in two-way selection, and we can include single statement and also compound statements. Next we have nesting selectors. Nesting selectors എന്ന് പറയുമ്പം സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ വി സേ ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ബീങ് നെസ്റ്റഡ്. അപ്പം നെസ്റ്റിംഗ് കണ്ടീഷൻ വരുന്ന ജാവയിലുള്ളൊരു എക്സാമ്പിളാണ്. ഇവിടെ സം ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈ ഇഫ് ലൂപ്പിൻ്റെ ഉള്ളിൽ കയറി വീണ്ടും ഒരു കാര്യം ചെക്ക് ചെയ്യാണ്, കൗണ്ട് 0 ആണോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ റിസൾട്ട് 0 ആയിട്ട് പ്രിൻറ്റ് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. സോ ഏത് ഇഫിനാണ് വിച്ച് ഇഫ് ഗെറ്റ്സ് ദ എൽസ്. അപ്പം ഇവിടെ ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇഫ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ എൽസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇഫിൻ്റെ എൽസും ഇതായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സോ ഇതിൻ്റെ സിമാൻറ്റിക്സ് റൂൾ എന്താണെന്ന് വെച്ചാൽ എൽസ് മാച്ച് ചെയ്യുന്നത് ഏറ്റവും തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ഇഫാണ്. ശരിക്കും ഈ ഏറ്റവും മേലെയുള്ള ഇഫിൻ്റെ എൽസ് അല്ല ഇത്, രണ്ടാമത് വരുന്ന ഇഫിൻ്റെ എൽസാണിത്. ബിക്കോസ് ദ എൽസ് മാച്ചസ് വിത്ത് ദ നിയറസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ കൗണ്ട് 0 ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും, ഇനി കൗണ്ട് 0 അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് 1 ആയിട്ടാണ് കാണിക്കുന്നത്. സോ ദിസ് ഇസ് നെസ്റ്റഡ് സെലക്ടേഴ്സ്. അതായത് ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ അതിന് നെസ്റ്റിംഗ് എന്നാണ് പറയുക. അതിനൊരു ജാവ വെച്ചിട്ടുള്ള എക്സാമ്പിളാണിത്. നെക്സ്റ്റ് ഇനി ഒരു ഓൾട്ടർനേറ്റീവ് സിമാൻറ്റിക്സ് ആയിട്ട് നമുക്ക് ഇഫ് ലൂപ്പിന് വേറെ തന്നെ എൽസ് കൊടുക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ട രീതി വരുമ്പം വി ക്യാൻ യൂസ് ദിസ് ബ്രാക്കറ്റ്. അങ്ങനെ വരുമ്പോൾ ഇഫിൻ്റെ അകത്തൊരു ബ്രാക്കറ്റ്സ് ഉണ്ട്, ബ്രാക്കറ്റ്സിൻ്റെ അകത്താണ് കൗണ്ട് 0 വന്നിരിക്കുന്നത് ആൻഡ് ദെൻ റിസൾട്ട് ഇസ് 0. സോ ആസ് എ റിസൾട്ട് വി ക്യാൻ ക്ലോസ് ഇറ്റ്. അതിനുശേഷം ആ ഇഫ് അവിടെ തീർന്നു, ദെൻ വി ഹാവ് എൽസ്. അപ്പോൾ ഇങ്ങനത്തെ യൂഷ്വലി ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് C++, പിന്നെ C#. അതുപോലെ തന്നെ പേൾ എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതനുസരിച്ച് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ ദെന്നും എൽസ് ക്ലോസ് ഒക്കെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കണം. സോ ഇങ്ങനെയാണ് ബാക്കി ജാവയിലും C++ലൊക്കെ നെസ്റ്റിംഗ് സെലക്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് മൾട്ടിപ്പിൾ വേ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടു, എങ്ങനെയാണ് നെസ്റ്റിംഗ് സെലക്ഷൻസ് കൊടുക്കാമെന്ന് കണ്ടു. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വേയിൽ എങ്ങനെയാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. സോ ഹിയർ വി ഹാവ് ദ സെലക്ഷൻ ഓഫ് വൺ ഓഫ് എനി നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകുമ്പം അതിൽ നിന്ന് ഒന്ന് എങ്ങനെയാണ് നമ്മൾ അലൗ ചെയ്യുന്നത്, ഒന്ന് എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ മൾട്ടിപ്പിൾ വേയിൽ കൊടുക്കുമ്പോൾ. ഇതിലും നേരത്തെ പോലെ ഡിസൈൻ ഇഷ്യൂസ് ഉണ്ട്. ദർ ആർ 4 ഡിസൈൻ ഇഷ്യൂസ്. ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് എ ഫോം ആൻഡ് ടൈപ്പ് ഓഫ് ദ കൺട്രോൾ എക്സ്പ്രഷൻ. സെക്കൻഡ് വൺ, എങ്ങനെയാണ് നമുക്ക് ഈ സെലക്റ്റബിൾ സെഗ്മെൻറ്റ്സ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഓരോ സെഗ്മെൻറ്റും സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പറയാൻ പറ്റുന്നത്. തേർഡ് വൺ ഇസ് ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. അതായത് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൽ ഏത് പോർഷൻസിലാണ് നമുക്ക് എക്സിക്യൂഷൻ കേപ്പബിൾ ആവുന്നത്, ഇതിൽ കൂടിയാണ് കൺട്രോൾ ഫ്ലോ ചെയ്യേണ്ടത്, ഏത് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ വരും. പിന്നെ അൺറെപ്രസെൻറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ വാല്യൂസിന് എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് എക്സ്പ്രഷൻ വാല്യൂസ് വിച്ച് ഇസ് നോട്ട് ബീങ് ഇനീഷ്യലൈസ്ഡ് ഓർ റെപ്രസെൻറ്റഡ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ എങ്ങനെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻവോക്ക് ചെയ്തിട്ട് അതിൽ കൊണ്ടുവരുന്നുള്ള കാര്യങ്ങളാണ് ഈ 4 ഡിസൈൻ ഇഷ്യൂസിലും പറയുന്നത്. സോ യു ഹാവ് എൻ എക്സാമ്പിൾ. അതായത് ഏർലി മൾട്ടിപ്പിൾ സെലക്ടേഴ്സ്, അതായത് പണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ മുമ്പേ ഇവോൾവ് ചെയ്തതാണ് ഫോർട്രാൻ. അപ്പോൾ ഫോർട്രാൻ അർത്ഥമാറ്റിക് എന്നുള്ള ആ ഒരു പർട്ടിക്കുലറിൽ ഇങ്ങനെയാണ് വരുന്നത്, ഇഫ് എ 3-way സെലക്ടർ. സോ ഇഫ് എൻ അർത്ഥമാറ്റിക് എക്സ്പ്രഷൻ ദർ വിൽ ബി N1, N2, N3. അപ്പം ഈ അർത്ഥമാറ്റിക് എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്തത് ഏതാണ്,
അതനുസരിച്ച് N1 അല്ലെങ്കിൽ N2 അല്ലെങ്കിൽ N3 എടുക്കാം. സോ ഇങ്ങനെ ഏതിലും പ്രോഗ്രാം കൺട്രോൾ പോകുന്നതനുസരിച്ച് നമ്മൾ ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗോ ടു എന്ന് പറയുമ്പോൾ ആ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈലർ കാണുമ്പോൾ ആ സമയത്ത് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ അത് പറയുന്ന ലൊക്കേഷനിലിട്ടൊക്കെയാണ് പോകുന്നത്. ബട്ട് ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ എൻകാപ്സുലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എൻകാപ്സുലേഷൻ മീൻസ് വി ആർ ബൈൻഡിങ് ഓർ വി ആർ റാപ്പിംഗ് അപ്പ് ഓഫ് ദ ഡാറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പം ആ റാപ്പിൽ നിന്ന് അത് പൊളിച്ച് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് അത് മാറി ഗോ ടു കൺട്രോൾ കാരണം വേറൊരു പൊസിഷനിലേക്ക് പോവാണ്. സോ എൻകാപ്സുലേഷൻ ഇസ് നോട്ട് ബീങ് പ്രൊവൈഡഡ്. ആൻഡ് ഓൾസോ സെലക്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വേറെ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ സെലക്ഷൻ ഇസ് പെർഫോംഡ് ഇൻ ഫോർട്രാൻ. നെക്സ്റ്റ് ഏർലി മൾട്ടിപ്പിൾ സെലക്ടർ കഴിഞ്ഞ് ഇനി മോഡേൺ മൾട്ടിപ്പിൾ സെലക്ടർ, അതായത് ഇപ്പോഴത്തുള്ള ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ C #, C++, അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വി ക്യാൻ യൂസ് സ്വിച്ച് എക്സ്പ്രഷൻ. സ്വിച്ചിൻ്റെ കേസസ് വരുമ്പം നമുക്ക് ഫസ്റ്റ് കേസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, സെക്കൻഡ് കേസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2, അങ്ങനെ nth കേസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് n, ഡിഫോൾട്ട് ആയിട്ടാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ അനുസരിച്ചാണ് ഓരോ കേസസും എടുക്കുന്നത്. സോ ദിസ് ഇസ് ഫോളോഡ് ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് സിയുടെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പം അതിൽ വരുന്ന ഡിസൈൻ ചോയ്സസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, കൺട്രോൾ എക്സ്പ്രഷൻ ക്യാൻ ബി ഓൺലി ഇൻറ്റീജർ ടൈപ്പ്. അതായത് നമ്മളിവിടെ സ്വിച്ചിൻ്റെ അകത്ത് കൊടുക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കണം. നമ്മൾ എന്താണ് എക്സ്പ്രഷൻ്റെ വാല്യൂ യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ സ്വിച്ചിൽ കൊടുക്കുന്നത്. സോ അത് എപ്പോഴും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം. അതല്ല നമ്മൾ ബാക്കിയുള്ള യൂസ് ചെയ്യുമ്പോൾ അത് ക്യാരക്ടർ ആയാലും നമ്മൾ അതനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യണം. ആൻഡ് ഓൾസോ സെലക്റ്റബിൾ സെഗ്മെൻറ്റ്സ് ക്യാൻ ബി സ്റ്റേറ്റ്മെൻറ്റ്, സീക്വൻസസ്, ബ്ലോക്സ് ഓർ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം, കോമ്പൗണ്ട് ബ്ലോക്സ് വരാം, അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കനുസരിച്ച് സെഗ്മെൻറ്റ്സ് നമുക്ക് എനി നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാം. അതനുസരിച്ച് ഇംപ്ലിസിറ്റ് ആയിട്ട് നമുക്കതിന് പുറമെ ഒരു ബ്രാഞ്ച് വേണമെന്നില്ല. ഫോർത്ത് കണ്ടീഷൻ ഇസ് ദാറ്റ് ഡിഫോൾട്ട് ഇസ് യൂസ് ഫോർ അൺറെപ്രസെൻറ്റഡ് വാല്യൂസ്. അപ്പോൾ ഡിസോൾട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഇവിടെ ഒരു ഏറ്റവും ലാസ്റ്റ് ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത കേസിലാണ് നമ്മൾ ഡിഫോൾട്ട് എന്ന് കൊടുക്കുന്നത്. ഡിഫോൾട്ട് കൊടുത്തില്ലെങ്കിലും സാരില്ല, അത് സ്വിച്ച് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഔട്ട്സൈഡ് വന്നോളും. So that is the 4 design choices of C switch statement. Then in ADA programming language, whenever you are having a case expression, അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ഓരോ ചോയ്സ് ലിസ്റ്റും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റർ വെച്ചാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസിലേക്കും മാപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ കേസിൻ്റെ എക്സ്പ്രഷൻ നോക്കിയിട്ടാണ് ഓരോ, അപ്പോൾ ഫസ്റ്റ് കേസ് ട്രൂ ആണെങ്കിൽ ഫസ്റ്റിലേക്ക് പോകും, സെക്കൻഡ് കേസ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസ് കാണിക്കും, അതല്ല ഏറ്റവും ലാസ്റ്റത്തെ ആണെങ്കിൽ അതർ ചോയ്സസ് വരുമ്പോൾ അതർ സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസും ആയിരിക്കും, എന്നിട്ടാണ് ആ കേസ് എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അഡ കേസ് സ്റ്റേറ്റ്മെൻറ്റ്. അടയിൽ കേസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മൾട്ടിവേ സെലക്ഷൻസ് കാണിക്കാൻ. സോ ഇത് സിയുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെക്കാളും കുറച്ചുകൂടി റിലയബിൾ ആണ്. കാരണം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പം കൺട്രോൾ മൊത്തമായും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ സിയുടെ സ്വിച്ച് എന്ന് പറയുമ്പോൾ കൺട്രോൾ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്ത് വരികയാണ്. ബട്ട് ഇവിടെ കൺട്രോൾ നേരെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആഫ്റ്റർ ദ കേസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഹെൻസ് വി സേ ദാറ്റ് അഡാസ് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മോർ റിലയബിൾ ദാൻ സീസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. And then we have some example that is using if. ഇനി സ്വിച്ച് തന്നെ നമുക്ക് ഇഫ് വെച്ചിട്ട് ചെയ്യാം. ഇഫ് എൽസിഫ് എന്നുള്ള, അപ്പോൾ ഇത് ഇഫ് എൽസിഫ് ലാഡർ ആണ്. അതായത് കുറേ ടൈംസ് ഇഫും ഉണ്ട്, കുറേ ടൈം എഫും എൽസിഫും ഉണ്ട്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് പോകും, അങ്ങനെയാണ്. സോ ദേ ക്യാൻ അപ്പിയർ ആസ് ഡയറക്റ്റ് എക്സ്റ്റൻഷൻ ടു two-way സെലക്ടേഴ്സ് യൂസിങ് എൽസിഫ് ക്ലോസസ്. സോ ഹിയർ യു ക്യാൻ സീ വൺ എക്സാമ്പിൾ ഇൻ അഡാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇഫ് ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് ദെൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇഫ് ആ കണ്ടീഷൻ അല്ല എങ്കിൽ എൽസിഫ് വെച്ച് അടുത്ത കണ്ടീഷൻ നോക്കും, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ദെൻ പെർഫോം ചെയ്യും. അതും അല്ലെങ്കിൽ എൽസിഫ് നോക്കും. അങ്ങനെ ഓരോ ടൈം എൽസിഫ് നോക്കി എപ്പോഴെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇഫ് ലൂപ്പ് എൻഡ് ചെയ്യും. സോ ദിസ് ഇസ് എക്സ്പ്ലനേഷൻ ഓഫ് മൾട്ടിവേ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിപ്പോൾ നമ്മൾ ഇഫിലും കേസ് സ്റ്റേറ്റ്മെൻറ്റ്സും സ്വിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം കണ്ടു. Thus we come to the end of this section. Thank you.